വ്യത്യസ്തമായി കായിക ഇനത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് ഒരു മിടുക്കി നാടിന് അഭിമാനമായി. പൊയ്യ കൃഷ്ണൻകോട്ട സ്വദേശി നിത്യദാസ് എന്ന വിദ്യാർത്ഥിനിയാണ് ഡ്രോപ്പ് ത്രോ ബോൾ എന്ന കായിക ഇനത്തിലൂടെ ദേശീയ ശ്രദ്ധ ആകർഷിച്ചത്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നടന്ന മത്സരത്തിൽ നിത്യദാസ് 2ാം സ്ഥാനം നേടി. സംഗതി വ്യത്യസ്തമാണ്. പേരുപോലെ തന്നെ കളിയിലും വ്യത്യാസമുണ്ട്. വ്യത്യസ്തതയിലെ ചലഞ്ച് ഏറ്റെടുത്താണ് നിത്യദാസ് എന്ന വിദ്യാർത്ഥിനി ദേശീയ തലത്തിൽ ശ്രദ്ധേയയായത്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നടന്ന യൂണിവേഴ്സിറ്റി തല മത്സരത്തിൽ നിത്യദാസ് 2ാം സ്ഥാനം നേടി. കോളേജിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് സംസ്ഥാന തലത്തിൽ മലപ്പുറത്ത് മത്സരം കാഴ്ചവെച്ച ശേഷമായിരുന്നു നാഷണൽ ലെവൽ മത്സരം. മത്സരത്തിൽ ആതിഥേയരായ UPയോട് പരാജയപ്പെട്ടുവെങ്കിലും 2ാം സ്ഥാനം നേടാനായത് നേട്ടമായി നിത്യ വിലയിരുത്തുന്നു. പൊതുവെ നമുക്ക് അപരിചിതമായ ഈ കായിക ഇനം എന്ത് എന്ന് നിത്യദാസ് തന്നെ പറയും. പൊതുവെ ഡ്രോപ്പ് ത്രോ ബോൾ എന്താണെന്ന് പ്രേക്ഷകർക്ക് ആർക്കും കാര്യമായ അവഗാഹം ഉണ്ടാവണമെന്നില്ല. ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഡ്രോപ്പ് ത്രോ ബോൾ എന്ന് പറഞ്ഞാൽ 2 ഹാൻഡ് ഗെയിമാണ്. ഇത് മറ്റേ ടെന്നീസ് ബോളില്ലേ അതുപോലെ കളിക്കുന്ന മോഡലായിരിക്കും. ഇങ്ങനെ ഫസ്റ്റ് ഡ്രോപ്പ് ചെയ്യുക, എന്നിട്ട് ടാപ്പ് ചെയ്ത് ഇങ്ങനെ അടിക്കുക, അങ്ങനത്തെ ഗെയിമാണ്. ഇത് പോയിൻ്റ് വൈസ് ഗെയിമാണ്. 11 ആണ് ഗെയിം പോയിൻ്റ് എന്ന് വെച്ചാൽ ഇതിൽ ബെസ്റ്റ് കളിച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് സെറ്റ് 5 മാർക്കിന് അങ്ങനെ കളിക്കാം. അങ്ങനെ നന്നായി കളിക്കുകയാണെങ്കിൽ 3 സെറ്റിൽ തന്നെ നമുക്ക് സെറ്റാവാം. ആ ബോളിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഫുട്ബോൾ പോലെയാണോ? എന്താണ് ആ ബോളിൽ വലിയ നമ്മുടെ കൈവലിപ്പ് ഉണ്ടാവുള്ളൂ. നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ക്രാബ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാം, അങ്ങനെ അടിക്കുക, അങ്ങനത്തെ മോഡലാണ്. പക്ഷേ റബ്ബർ മോഡലും ഉണ്ട്, പിന്നെ അല്ലാത്ത നോർമൽ ടൈപ്പ് അങ്ങനത്തെ. എത്ര ടീമുകൾക്ക് വരെ ഈ കളിയിൽ പങ്കെടുക്കാം? ഇത് സിംഗിൾസ് ഉണ്ട്, ഡബിൾസ് ഉണ്ട്, ട്രിപ്പിൾസ് ഉണ്ട്, അങ്ങനെയാണ് വെച്ചേക്കുന്ന കളി. കോളേജിൽ എങ്ങനെയാണ് നിത്യയുടെ അനുഭവങ്ങൾ ഈ ഗെയിമിൻ്റെ? നല്ലപോലെ ട്രെയിനിങ് ചെയ്യിപ്പിച്ച് ഫിസിക്കലി ആണെങ്കിലും കുറച്ച് മെൻ്റലി ആണെങ്കിലും നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറക്കിയത്. നല്ലപോലെ മിസ്സുമാരാണെങ്കിൽ സപ്പോർട്ടും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നിത്യ ഇത് തന്നെ തിരഞ്ഞെടുത്തത്, ഈ ഗെയിം തന്നെ? ഞാൻ മുന്നേ വോളിബോളൊക്കെ കളിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ബോളിൽ നല്ല ടച്ച് ഉണ്ട്. അപ്പോൾ സാറും പറഞ്ഞു ഇങ്ങനെ എനിക്ക് ബോളിൽ നല്ല ടച്ച് ഉണ്ട്, അപ്പോൾ ഇത് വേണമെങ്കിൽ കളിച്ച് നോക്കി, അപ്പോൾ നിനക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, സോ ഇത് കളിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കയറി. എന്താണ് ഭാവി പരിപാടികൾ ഈ സ്പോർട്സിൽ? എനിക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. ഇനിയും വിളിച്ചാൽ ഞാൻ അങ്ങനെ കാര്യമായൊരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട് ഈ ഇതിന്. അപ്പോൾ ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത്? കളിക്കണം, കളിയുടെ ഒപ്പം പഠിത്തം അങ്ങനെ വിചാരിച്ചിരിക്കണേ. ഇനിയും പഠിക്കണം, ഇനിയും കളിച്ച് ഇങ്ങനെ ഓരോ ലെവൽസ് ഇങ്ങനെ അച്ചീവ് ചെയ്യണം. അതല്ല ഇപ്പോൾ വേറൊരു ഗെയിമും ഇതേപോലെ ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതിലും വിളിക്കുന്നുണ്ട് പോകണമെന്ന്. അതെന്ത് ഗെയിമാണ്? അത് വുഡ് ബോൾ. നമ്മൾ ഇത് മറ്റേ ഇതില്ലേ, അതെന്താ പറയുക, അതൊരു ഗേറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫോക്കസ്ഡ് ചെയ്തിട്ട് അടിക്കണം. അതും ഫോക്കസ് ആയിട്ടുള്ള ഗെയിമാണ്. സ്പോർട്സിൽ കൂടുതൽ ഫോക്കസ്ഡ് ആവട്ടെ, ആശംസിക്കുന്നു. താങ്ക് യു. സ്പോർട്സ് ഒരു ലഹരി തന്നെയാണ് ചാലക്കുടി സേക്രഡ് കോളേജിലെ BCom ഫൈനൽ വിദ്യാർത്ഥിനിക്ക്. പങ്കെടുത്ത മത്സരങ്ങളിൽ മെഡലുകൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. വുഡ്ബോൾ എന്ന പുതിയ കായിക ഇനത്തിൽ പരിശീലനം ചെയ്യണമെന്ന ആഗ്രഹവും നിത്യ പങ്കുവയ്ക്കുന്നു. പരിശീലനം നടത്താൻ വീടിനടുത്ത് നല്ലൊരു കളിക്കളമില്ല എന്ന വിഷമവും നിത്യയ്ക്കുണ്ട്. കൃഷ്ണൻകോട്ട താനാട്ട് ഹരിദാസ് മിനി ദമ്പതികളുടെ മകളായ നിത്യ സഹോദരങ്ങൾക്കൊപ്പം കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള ആഗ്രഹത്തിലാണ്, അതിനുള്ള യജ്ഞത്തിലാണ്. മീഡിയ ടൈം, മാള.